ഹലോ. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ അതൊക്കെ ഇനി എത്രയും പെട്ടെന്നുണ്ടാവും. അപ്പോൾ ഇതെവിടെ പോകുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമ്മുടെ പറശ്ശിനിക്കടവ് കുറേ ദിവസം എന്താ പറയുക, പോണം എന്ന് വിചാരിച്ചൊരു ദിവസം പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്നും എടുക്കാതെ ഒരു ഫോട്ടോ മാത്രമാണ് എടുത്തത്. പിന്നെ നമ്മൾ വേഗം സ്നേക്ക് പാർക്ക് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. നേരെ സ്നേക്ക് പാർക്ക് പോയി. അവിടുന്ന് ഒരു യൂട്യൂബേഴ്സ് ഫാമിലി ഇല്ലേ, PK ഫാമിലി, അവരെ കണ്ടിട്ടുണ്ട്. ഇതാ സ്നേക്ക് പാർക്കിൽ. അവിടുന്ന് തന്നെ കൂടുതൽ സമയം നമ്മൾ നിന്ന്. സ്നേക്ക് പാർക്കിൽ തന്നെ കുറേ സമയം നിന്നിന്. കാരണം വെച്ചാൽ അമ്പലത്തിൽ നിന്നിന്, പക്ഷേ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത് അടിപൊളി സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ, കാരണം ഒരാൾക്ക് 50 രൂപയാണെന്ന് തോന്നുന്നു ചാർജ് വരുന്നത്. അതും കുഴപ്പമില്ല, വലിയ നല്ലൊരിതാണ്. കാരണം അത്യാവശ്യം കാണാനും ഇരിക്കാനും നമുക്ക് ഫുഡെല്ലാം കഴിക്കാനും പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഭയങ്കര അപ്പം ഞാൻ വെച്ച് ഇതിൻ്റെ അകത്തൊന്നുമില്ല. പിന്നെ നോക്കുമ്പോഴാണ് അവിടെ മുള്ളംപന്നീനെ കണ്ടത്. പിന്നെ ഞാനും അതോടൊപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഇവിടെ നല്ല അടിപൊളിയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വരുന്നു. ഇനി അടുത്ത ഏതിൻ്റെ അടുത്താണ് പോകേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ല ഈ കുരങ്ങന്മാർ. ഭയങ്കര എക്സ്പ്രഷനും കളിയെല്ലാം ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെന്താ കുറേ ഓരോ ഇത് കണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു പച്ചപ്പ്, ഇതിന് അടിപൊളി ഫോറസ്റ്റ് ഇതായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ. ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ജനൽമേലെല്ലാം മറ്റേ മണി പ്ലാന്റിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം വെച്ചിട്ടെല്ലാം സെറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര പേടി ഉള്ളൊരു ഭാഗമാണ്, പാമ്പ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറേ ആളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം വലിയ യൂട്യൂബ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നില്ല. പക്ഷേ എനിക്ക് എന്തോ പോലെ. അപ്പം ഞാനപ്പോൾ ഫോണ് താത്തിക്കളഞ്ഞ്. പിന്നെ ഇതാ ഓരോരിത്, ഇതേതോ മറ്റേ ഒരു ഇതുപോലെയുള്ള ഒരു ഉടുമ്പിൻ്റെ എല്ലാം വേറൊരു മോഡൽ പോലെയുള്ളൊരു സാധനം. പിന്നെ ഇതാ ഇവിടെ എത്തി, മുതലകളെ കണ്ട്. കുറേ ആളുണ്ട് കേട്ടോ, കുറേ ആളുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയല്ല, ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. പക്ഷെ ആൾക്കാരുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്. ഫാമിലീസാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതാ ഞങ്ങൾ ലാസ്റ്റ് പോകുമ്പോൾ മുഴപ്പിലങ്ങാടി ബീച്ചിൽ കയറി. അത് ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് അങ്ങോട്ട് വരുന്നു. ദെൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.